നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 118, ചാപ്റ്റർ 4. കബീർ സാഹിബ് 4 യുഗത്തിലും വരുന്നു. ദ്വാപര യുഗത്തിൽ കബീർ ദേവൻ കബീർ സാഹബ് കരുണാമയൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. പരമേശ്വർ കബീർ ദേവ് ദ്വാപര യുഗത്തിൽ കരുണാമയൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് ഒരു നീചകുല ജാതിയിൽ ജനിച്ച് ഭക്തനായ സുദർശൻ സുപാച അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു, അനുസൂചിത ജാതിയിലെ. ഈ സുദർശനാണ് പാണ്ഡവരുടെ യജ്ഞം പൂർത്തിയാക്കിയത്. കൃഷ്ണന്റെ ഭോജനം ചെയ്യുന്നത് കൊണ്ട് സഫലമായില്ല. 33 കോടി ദേവതമാരുടെയും 88,000 ഋഷിമാരുടെയും 12 കോടി ബ്രാഹ്മണരുടെയും 9 നാഥന്മാരുടെയും 84 സിദ്ധന്മാരും ഭോജൻ ഭക്ഷിക്കുന്നത് കൊണ്ട് സഫലമായില്ല. ഭക്ത സുദർശൻ പൂർണ്ണ ഗുരുജിയിൽ, അതായത് പരമാത്മാവിൽ നിന്നും വാസ്തവികമായ 3 മന്ത്രങ്ങൾ പ്രാപ്തമാക്കിയിരുന്നു. സത്സാധനയിലും ഗുരുമര്യാദയിലും കൂടിയാണ് ഇതൊക്കെ സഫലമാക്കിയത്. ദ്വാപരയുഗത്തിൽ ഇന്ദ്രമതിക്ക് അഭയം നൽകി. ദ്വാപരയുഗത്തിൽ ചന്ദ്രവിജയൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദ്രമതി ധാർമ്മിക സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു. സന്ത് മഹാത്മാക്കളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർ ഒരാളെ ഗുരുദേവനായി സ്വീകരിച്ചിരുന്നു. അവരുടെ ഗുരുദേവൻ പറഞ്ഞിരുന്നു, സന്ത് ഋഷിമാരുടെ സേവനം ചെയ്യണം. അവർക്ക് ഭക്ഷണം നൽകുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടാകും. ഏകാദശി വ്രതം, മന്ത്രജപം മുതലായവ ഗുരുദേവൻ പറഞ്ഞുകൊടുത്തിരുന്നു. അവർ വളരെ ദൃഢതയോടെ ഭഗവത് ഭക്തിയിൽ മുഴുകിയിരുന്നു. സന്ത് മുനിമാരെ ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചാൽ അടുത്ത ജന്മവും റാണിയായി തീരുമെന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, സ്വർഗപ്രാപ്തിയും ലഭിക്കും. അവർ പ്രതിജ്ഞയോടെ അത് ചെയ്തു വന്നിരുന്നു. എന്തെന്നാൽ ദിവസവും ഏതെങ്കിലും ഒരു മഹാനായ സന്തിന് ഭക്ഷണം നൽകിയ ശേഷമേ ആഹാരം കഴിക്കൂ എന്ന്. വർഷങ്ങളോളം ഈ ക്രമം നടന്നു. ഒരിക്കൽ ഹരിദ്വാറിൽ കുംഭമേള നടക്കുകയായിരുന്നു. ഉണ്ടായിരുന്ന എല്ലാ ഭക്തരായ സന്ത്മാരും കുംഭമേളയിൽ പങ്കെടുക്കാനായി പോയിരുന്നു. അതുകൊണ്ട് കുറെ ദിവസം റാണിക്ക് ഭക്ഷണം നൽകി സന്തോഷിപ്പിക്കാൻ ഒരു സന്തിനെയും കിട്ടിയിരുന്നില്ല. റാണി തന്റെ ശബ്ദമനുസരിച്ച് സ്വയം ഭക്ഷണം കഴിച്ചിരുന്നില്ല. ജീവൻ പോയാലും ഭക്ഷണം കഴിക്കില്ല എന്നവർ ശഠിച്ചു. ദീനദയാലുവായ കബീർ തന്റെ ഭക്തയ്ക്ക് അഭയം നൽകുന്നതിന് എന്ത് കാരണവും കണ്ടെത്തും. തോഴി മുകളിൽ മാളികയിൽ കയറി നോക്കി. വഴിയിൽ കൂടി ഒരു സന്ത് പോകുന്നത് കണ്ടു. വെള്ളവസ്ത്രം ധരിച്ച സന്ത് ദ്വാപരയുഗത്തിൽ കബീർ കരുണാമയൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തോഴി താഴെ വന്ന് റാണിയോട് പറഞ്ഞു, ഒരു സന്ത് പോകുന്നത് കണ്ടു. റാണി പറഞ്ഞു, വേഗം വിളിച്ചുകൊണ്ടുവരൂ. തോഴി വേഗം പോയി സന്തിനോട് പറഞ്ഞു, മഹാത്മാവേ, താങ്കളെ ഞങ്ങളുടെ റാണി ക്ഷണിക്കുന്നു. കരുണാമയൻ പറഞ്ഞു, റാണി എന്നെ എന്തിനു വിളിക്കണം? ഞാനും റാണിയുമായിട്ട് എന്തു ബന്ധം? തോഴി എല്ലാ കാര്യവും ധരിപ്പിച്ചു. കരുണാമയൻ പറഞ്ഞു, റാണിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരട്ടെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 119. നീ തോഴിയും അവർ റാണിയും. ഞാൻ അവിടെ വന്നാൽ ഒരു പക്ഷെ അവർ ചോദിക്കും, നീ എന്തിന് ഇവിടെ വന്നു എന്ന്. അവരുടെ രാജാവ് പറയും, മകളെ, സന്തുമാരെ പരിഹസിക്കുന്നത് മഹാപാപമാണ്. തോഴി തിരിച്ചുപോയി എല്ലാ കാര്യങ്ങളും റാണിയോട് പറഞ്ഞു. റാണി തോഴിയോട് പറഞ്ഞു, എന്റെ കൈ പിടിച്ചു കൊണ്ടു നടക്ക്. റാണി സന്തിന്റെ അടുക്കലെത്തിയുടൻ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു, പർവർദിഗാർ, താങ്കളെ ചുമലിലേറ്റി കൊണ്ടുപോകട്ടെ. കരുണാമയനായ സാഹബ് പറഞ്ഞു, മകളെ, ഞാൻ ഇത് കാണാൻ ആഗ്രഹിച്ചു. നിന്നിൽ എത്രത്തോളം ഭക്തിയുണ്ടെന്ന് അറിയണമായിരുന്നു. വിശന്നു മരിക്കുകയാണോ? റാണി കൊട്ടാരത്തിലെത്തി സ്വന്തം കൈകളാൽ ഭക്ഷണം ഉണ്ടാക്കി. കരുണാമയന്റെ രൂപത്തിലെത്തിയ കബീർദേവ് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കില്ല. എന്റെ ശരീരം ഭക്ഷണയോഗ്യമല്ല. റാണി പറഞ്ഞു, എങ്കിൽ ഞാനും കഴിക്കുന്നില്ല. എങ്കിൽ ശരി, ഭക്ഷണം കൊണ്ടുവരൂ. കരുണാമയൻ പറഞ്ഞു. ഭക്തന്റെ ആഗ്രഹം എങ്ങനെയാണോ അങ്ങനെ. കരുണാമയൻ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് റാണിയോട് ചോദിച്ചു, ഇങ്ങനെ ഉപാസന നടത്തണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? റാണി പറഞ്ഞു, എന്റെ ഗുരുദേവ്. എന്ത് ആജ്ഞയാണ് ഗുരുദേവൻ നൽകിയത്? ഇന്ദ്രമതി പറഞ്ഞു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവന്റെ പൂജ, ഏകാദശി വ്രതം, തീർത്ഥാടനം, ദേവി പൂജ, ശ്രാദ്ധം, അമ്പലത്തിൽ പോകുന്നത്, സന്ത് ഋഷിമാരെ സേവ ചെയ്യണം. എല്ലാം കേട്ടിട്ട് കരുണാമയനായ കബീർ സാഹബ് പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി ലഭിക്കില്ല. 84 ലക്ഷം യോനികളിലെ ജന്മമൃത്യുവിൽ നിന്ന് മോചനം ലഭിക്കില്ല. റാണി പറഞ്ഞു, എന്റെ ഗുരുദേവനെ കുറിച്ച് ഒന്നും പറയരുത്.
എനിക്ക് മോചനം കിട്ടിയാലും ഇല്ലെങ്കിലും ശരി. കരുണാമയനായ കബീർ സാഹിബ് ആലോചിച്ചു, ഈ നിഷ്കളങ്കയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ? അവർ ഏതൊന്നാണോ വിശ്വസിച്ചിരിക്കുന്നത് അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല, മരിച്ചാലും. കരുണാമയനായ സാഹിബ് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. ഞാൻ നിന്ദിക്കുകയല്ല. ഞാൻ നിങ്ങളുടെ ഗുരുദേവനെ ചീത്ത പറയുകയോ അല്ല. ഞാൻ ഭക്തിമാർഗം പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ ഭക്തി ശാസ്ത്രവിരുദ്ധമാണ്. നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. മാത്രമല്ല, നിങ്ങളുടെ കർമ്മകാണ്ഡങ്ങൾ തീരില്ല. ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾക്ക് മരണമുണ്ടാകും. നിങ്ങളെ ഗുരു രക്ഷിക്കില്ല. നിങ്ങളുടെ ഈ കൃത്രിമ പൂജയും രക്ഷിക്കില്ല. മരണത്തിന്റെ കാര്യം വരുമ്പോൾ ജീവികൾക്ക് ഭയമുണ്ടാകും. റാണി വിചാരിച്ചു, സന്ത് കള്ളം പറയില്ല. അഥവാ ഞാൻ മറ്റന്നാൾ മരിച്ചാലോ? ആ ഭയത്താൽ അവർ കരുണാമയ സാഹിബിനോട് ചോദിച്ചു, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? കബീർ സാഹിബ് പറഞ്ഞു, എന്റെ ഉപദേശം സ്വീകരിച്ച് എന്റെ ശിക്ഷയാകണം. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പൂജകൾ ഉപേക്ഷിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. റാണി പറഞ്ഞു, ഗുരുവിനെ മാറ്റാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ പാപം കിട്ടും. കബീർ സാഹിബ് പറഞ്ഞു, അത് വെറുതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു വൈദ്യന്റെ മരുന്ന് കൊണ്ട് അസുഖം മാറിയില്ലെങ്കിൽ മറ്റൊരു വൈദ്യന്റെ മരുന്ന് സേവിക്കരുതോ? താഴ്ന്ന ക്ലാസ്സിൽ ഒരു അധ്യാപകൻ, ഉയർന്ന ക്ലാസ്സിൽ വരുമ്പോൾ മറ്റൊരു അധ്യാപകൻ. എങ്കിലേ ഉയർന്ന അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 120. എന്നും ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ മതിയോ? അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ ശ്രമിക്കൂ. ഞാൻ പഠിപ്പിക്കാൻ വന്നതാണ്. അനുസരിച്ചില്ലെങ്കിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. സന്ത് പറയുന്നത് കേട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാകുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇന്ദ്രമതി പറഞ്ഞു, താങ്കൾ പറയുന്നത് പോലെ ചെയ്യാം. കരുണാമയ സാഹിബ് ഉപദേശിച്ചു, 3-ാം ദിവസം എന്റെ രൂപത്തിൽ കാലൻ വരും. നീ അയാളോട് ഒന്നും പറയരുത്. ഞാൻ തരുന്ന മന്ത്രം 2 നിമിഷം ജപിക്കണം. 2 നിമിഷം. ശേഷം അയാളെ നോക്കണം. അതിനുശേഷം അയാളെ സൽക്കരിക്കണം. ഗുരുദേവനെ കണ്ടാലുടൻ അതിവേഗം കാൽക്കൽ വീഴുന്നതുപോലെ നമസ്കരിക്കണം. ഇതാണ് ഇപ്പോൾ തരാനുള്ള ഉപദേശം. റാണി പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ. റാണിക്ക് ചിന്തയായി. ശ്രദ്ധാപൂർവം ജപിച്ചുകൊണ്ടിരുന്നു. കരുണാമയന്റെ രൂപത്തിൽ കാലൻ വന്നു. വിളിച്ചു, ഇന്ദ്രമതി, ഇന്ദ്രമതി. ആദ്യം ഭയന്നു, പിന്നെ ജപിച്ചു. കാലനെ നോക്കിയില്ല. 2 നിമിഷം കഴിഞ്ഞു നോക്കുമ്പോൾ കാലന്റെ രൂപം മാറിയിരിക്കുന്നു. ഇപ്പോൾ കരുണാമയന്റെ രൂപമല്ല, യഥാർത്ഥ കാലന്റെ രൂപം. അയാൾ വിചാരിച്ചു, ഇവളുടെ അടുക്കൽ ശക്തിയുള്ള മന്ത്രമുണ്ട്. ശരി, നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് കാലൻ പോയി. റാണിക്ക് സന്തോഷമായി. തന്റെ തോഴിയോട് അവൻ പറഞ്ഞു, എനിക്ക് മരണം സംഭവിച്ചു, പക്ഷെ കരുണാമയൻ എന്നെ രക്ഷിച്ചു. രാജാവിനോടും പറഞ്ഞു, ഇന്ന് എന്റെ മരണം സംഭവിക്കേണ്ടതാണ്. ഗുരുദേവൻ രക്ഷിച്ചു. എന്നെ കൊണ്ടുപോകാൻ കാലൻ വന്നു. നീ വെറുതെ ഓരോ നാടകങ്ങൾ പറയാതെ, രാജാവ് പറഞ്ഞു. കാലൻ വന്നിട്ട് നിന്നെ വെറുതെ വിടുകയോ? ആ സന്ത് നിന്നെ ഓരോന്ന് പറഞ്ഞു പറ്റിക്കുന്നതാണ്. റാണി എന്ത് പറഞ്ഞ് രാജാവിനെ മനസ്സിലാക്കിപ്പിക്കും? സന്തോഷത്തോടെ റാണി തന്റെ മുറിയിലെത്തി. കുറച്ചു സമയം കഴിഞ്ഞ് കാലൻ സർപ്പത്തിന്റെ രൂപത്തിലെത്തി. റാണി ഭയന്നു. സർപ്പം അവരെ കൊത്തി. റാണി ഉറക്കെ നിലവിളിച്ചു, എന്നെ സർപ്പം കൊത്തി. ജോലിക്കാർ ഓടിയെത്തി. നോക്കി നിൽക്കെ വെള്ളം പോകുന്ന ചെറിയ ദ്വാരം വഴി അത് കടന്നുപോയി. ഗുരുദേവനെ വിളിച്ച് റാണി കരഞ്ഞു. കരുണാമയൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആളുകളെ കാണിക്കാനായി മന്ത്രം പറഞ്ഞു. അദ്ദേഹത്തിന് മന്ത്രം പറയാതെ തന്നെ ജീവിപ്പിക്കാൻ അറിയാം. ഇന്ദ്രവതിയെ ജീവിപ്പിച്ചു. റാണി പറഞ്ഞു, താങ്കളുടെ കൃപ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. താങ്കളുടെ ശിഷ്യയായതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിച്ചു. കബീർ സാഹിബ് പറഞ്ഞു, ഇന്ദ്രവതി, ഇനി ഈ കാലനെ നിങ്ങളുടെ വീട്ടിൽ കയറാൻ അനുവദിക്കില്ല. നിന്നോട് ഇനി യുദ്ധത്തിന് വരില്ല. പക്ഷേ നിനക്ക് എന്നിട്ടും വിശ്വാസമില്ല. ഗുരു നിന്നെ വെറുതെ വിശ്വസിപ്പിക്കുകയെന്നാണ് നിന്റെ വിചാരം. അതുകൊണ്ട് നിന്നെ വിശ്വസിപ്പിക്കാനായി ചെയ്തതാണ്. ഇപ്പോൾ നിനക്ക് വിശ്വാസമായല്ലോ. ധർമ്മദാസ് യഹാ ഘന അന്ധേര, ബിൻ പരിചയ് ജീവ് ജംകാ ചേര. കബീർ സാഹിബ് കരുണാമയൻ പറഞ്ഞു, ഇനി എപ്പോൾ ഞാൻ വിചാരിക്കുന്നുവോ അപ്പോൾ മാത്രമേ നിനക്ക് മരണം സംഭവിക്കൂ. ഗരീബ് ദാസ് പറയുന്നു, ഗരീബ് കാൽ ഡരെ കർത്താർ സെ, ജയ് 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 ജഗദീഷ്. ജോറ ജോറി ഝാഡ്തി, പഗ് രജ് ദാരെ ശീഷ്. ഈ കാല കബീർ ഭഗവാൻ, കബീർ പരമേശ്വരനെ ഭയക്കുന്നു. ഈ മരണം കബീർ സാഹിബിന്റെ ചെരുപ്പ് തുടയ്ക്കുന്ന വേലക്കാരന് തുല്യം. പിന്നീട് ആ പൊടി തന്റെ തലയിൽ തൂവിക്കൊണ്ട് പറയുന്നു, ഇനി ഞാൻ താങ്കളുടെ ഭക്തന്റെ അടുക്കൽ പോകില്ല.
നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 121. ഗരീബ് കാൽ ജോ പീസ് ഹെ പീസ്ന, ജോറാ ഹെ പനിഹാർ, യേ ദോ അസൽ മജൂർ ഹെ മേരെ സാഹിബ് കെ ദർബാർ. ഈ കാലൻ ഇവിടത്തെ 21 ബ്രഹ്മാണ്ടത്തിലെ ഭഗവാൻ ബ്രഹ്മാകുന്നു. ബ്രഹ്മാവ് വിഷ്ണു ശിവന്റെ അച്ഛനാകുന്നു. ഇദ്ദേഹം എന്റെ കബീർ സാഹിബിന് മാവ് പൊടിക്കുന്നു. അദ്ദേഹം എന്റെ കബീർ പരമേശ്വരന് വെള്ളം കോരുന്നു. അതായത് ഒരു സ്പെഷ്യൽ വേലക്കാരനാകുന്നു. ഈ 2 യഥാർത്ഥ ജോലിക്കാരും കബീർ പരമേശ്വരന്റെ ദർബാറിലുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സാഹിബ് വീണ്ടും വന്നു. റാണി ഇന്ദ്രമതിക്ക് സത്നാമം നൽകി. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം കരുണാമയ സാഹിബ് റാണി ഇന്ദ്രമതിയുടെ നല്ല ഭക്തി കണ്ടിട്ട് സാരനാമം നൽകി, ശബ്ദശക്തി നൽകി. കബീർ സാഹിബ് റാണി ഇന്ദ്രമതിക്ക് സമയാസമയങ്ങളിൽ ദർശനം നൽകി വന്നിരുന്നു. ഇന്ദ്രമതി പ്രാർത്ഥിച്ചു, എന്റെ ഭർത്താവ് രാജാവിനെ കൂടി മനസ്സിലാക്കൂ. അദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകട്ടെ. താങ്കളെ അഭയം പ്രാപിച്ചതിൽ ഞാൻ ധന്യയായി. എന്റെ ജീവിതം സഫലമായി. ചന്ദ്രവിജയനോട് കബീർ സാഹിബ് പറഞ്ഞു, ചന്ദ്രവിജയ്, താങ്കളും ഉപദേശം സ്വീകരിക്കൂ. ഇതൊക്കെ 2 ദിവസത്തെ ആഡംബരം മാത്രമാണ്. അതു കഴിഞ്ഞ് 84 ലക്ഷം യോനികളിൽ ജീവിതം കഷ്ടപ്പാടുകളിൽ കൂടി കഴിഞ്ഞു പോകണം. ചന്ദ്രവിജയൻ പറഞ്ഞു, ഭഗവാൻ, എനിക്ക് ഉപദേശം വേണ്ട. ഞാൻ താങ്കളുടെ ശിക്ഷയെ എതിർക്കില്ല. കബീർ സാഹിബ് കരുണാമയൻ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ശിഷ്യത്വം എടുക്കാത്തത്? ചന്ദ്രവിജയൻ പറഞ്ഞു, എനിക്ക് വലിയ വലിയ രാജാക്കന്മാരുമായി പാർട്ടികളിൽ പങ്കെടുക്കണം. കരുണാമയൻ പറഞ്ഞു, പാർട്ടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഉപദേശം സ്വീകരിക്കുന്നതിൽ എന്ത് തടസ്സം? മീറ്റിംഗിൽ പോകാം. അവിടെ നിന്ന് കശുവണ്ടി കഴിക്കാം, പാലും കുടിക്കാം, ശർബത്ത് കുടിക്കാം. മദ്യം മാത്രം കുടിക്കരുത്. മദ്യം കുടിക്കുന്നത് മഹാപാപമാണ്. പക്ഷേ രാജാവ് അനുസരിച്ചില്ല. റാണിയുടെ അപേക്ഷ പ്രകാരം കരുണാമയൻ രാജാവിനെ വീണ്ടും ഉപദേശിച്ചു. ഉപദേശം സ്വീകരിക്കാതിരുന്നാൽ ഈ ജീവിതം വ്യർത്ഥമായി പോകും. ഒരു പ്രയോജനവും ഉണ്ടാകില്ല. താങ്കൾ എന്റെ ശിഷ്യത്വം സ്വീകരിക്കൂ. രാജാവ് പറഞ്ഞു, ഗുരുജി, എന്നെ നിർബന്ധിക്കേണ്ട. താങ്കളുടെ ശിഷ്യയെ ഞാൻ ഒരിക്കലും എതിർക്കുകയില്ല. എന്തെല്ലാം വേണമെങ്കിലും ദാനം നൽകട്ടെ. എത്ര സത്സംഗം വേണമെങ്കിലും നടത്തട്ടെ. എല്ലാം കേട്ടിട്ട് കരുണാമയൻ റാണിയോട് പറഞ്ഞു, 2 ദിവസത്തെ സുഖജീവിതത്തിൽ രാജാവ് ഭ്രമിച്ചു പോയിരിക്കുന്നു. നീ ഭഗവാന്റെ സ്മരണയിൽ ഉറച്ചിരിക്കെ. സ്വയം ഐശ്വര്യമുണ്ടായി വരട്ടെ. ഇവിടെ ആരും ആരുടെയും ഭർത്താവല്ല, ആരും ആരുടെയും ഭാര്യയുമല്ല. കഴിഞ്ഞ ജന്മത്തെ ബന്ധമനുസരിച്ച് വീണ്ടും 2 ദിവസത്തെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. തന്റെ പ്രവൃത്തി കർമ്മം ചെയ്യൂ മകളെ. ഇപ്പോൾ ഇന്ദ്രമതി 80 വയസ്സായ വൃദ്ധയായി. 40 വയസ്സുള്ളപ്പോൾ മരിക്കേണ്ടതായിരുന്നു. ശരീരം ആടിത്തുടങ്ങി. അപ്പോൾ കരുണാമയൻ ചോദിച്ചു, പറയൂ ഇന്ദ്രമതി, എന്താഗ്രഹിക്കുന്നു? സത്ലോകത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഇന്ദ്രമതി പറഞ്ഞു, ഞാൻ തയ്യാറാണ്, തികച്ചും തയ്യാർ. കരുണാമയ സാഹിബ് പറഞ്ഞു, നിന്റെ പുത്രപൗത്രന്മാരോട് മമതയില്ലേ? റാണി പറഞ്ഞു, ഒട്ടുമില്ല. താങ്കൾ എത്ര മനോഹരമായ അറിവാണ് നൽകിയത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 122. ഇനി ഈ ലോകത്തിൽ എന്താഗ്രഹം? കബീർ പരമേശ്വർ പറഞ്ഞു, ശരി, പോകാം മകളെ. റാണിയുടെ പ്രാണൻ വെടിഞ്ഞു. പരമേശ്വർ കബീർ മോക്ഷവിമുക്തയാക്കി റാണി ഇന്ദ്രമതിയെ മുകളിലേക്ക് കൊണ്ടുപോയി. ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു മാനസരോവറുണ്ട്. ആ മാനസരോവരത്തിൽ ഈ ആത്മാക്കൾ സ്നാനം ചെയ്യണം. ഈ പ്രാണിയെ കബീർ പരമേശ്വർ ഗുരുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കുറേ സമയം മാനസരോവരത്തിൽ വിടുന്നു. ഇന്ദ്രമതിയോട് പരമേശ്വർ ചോദിച്ചു, ലോകത്തിൽ മറ്റെന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ജന്മമെടുക്കും. മനസ്സിൽ ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ സത്ലോകത്തിൽ പോകാൻ പറ്റില്ല. ഇന്ദ്രമതി പറഞ്ഞു, പ്രഭു, താങ്കൾ അന്തർയാമിയല്ലേ? ഒരാഗ്രഹവുമില്ല. താങ്കളുടെ പാദങ്ങൾ മാത്രമാണ് ആഗ്രഹം. പക്ഷേ ഒരു സംശയം ബാക്കിയുണ്ട്. എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ധാർമ്മിക പ്രവർത്തികൾ ചെയ്യുന്നത് തടയാറില്ല. ഇന്നുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ തടയുന്നുണ്ട്. അദ്ദേഹം എന്നെ തടഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് താങ്കളുടെ കൃപയുണ്ടാകുമായിരുന്നില്ല. എനിക്ക് മംഗളം സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ ഈ നല്ല പ്രവൃത്തിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെങ്കിൽ നന്നായിരുന്നു. നല്ല കാര്യത്തിനുള്ള സഹകരണത്തിന്റെ പ്രതിഫലം നൽകിയാൽ കൊള്ളാം. പരമേശ്വരന് മനസ്സിലായി, വീണ്ടും അവരുടെ മോഹം ബാക്കിയുണ്ട്. പരമേശ്വർ പറഞ്ഞു, ശരി, നീ 2-4 വർഷം ഇവിടെ താമസിക്കും. 2 വർഷം കഴിഞ്ഞ് രാജാവ് മരിക്കാൻ തുടങ്ങി.
എന്തെന്നാൽ അദ്ദേഹം ശിഷ്യത്വം സ്വീകരിച്ചിരുന്നില്ല. യമന്റെ ദൂതന്മാർ വന്നു. രാജാവ് ഞെട്ടി തലകറങ്ങി താഴെ വീണു. യമദൂതർ രാജാവിന്റെ കഴുത്തിനിരിച്ചു. രാജാവ് മൂത്രമൊഴിച്ചു മലവിസർജനം നടത്തി. കരുണാമയൻ റാണിയോട് പറഞ്ഞു, രാജാവിന്റെ അവസ്ഥ കണ്ടല്ലോ. അവിടെ മാനസരോവരത്തിൽ നിന്നും രാജാവിന്റെ അവസ്ഥ പരമേശ്വർ കാണിച്ചു കൊടുത്തു. എല്ലാം കണ്ടിട്ട് റാണി പറഞ്ഞു, ഭക്തിയിൽ സഹകരിച്ചതിന്റെ പ്രതിഫലമായി അദ്ദേഹത്തിനോട് ക്ഷമിക്കണം. റാണിക്ക് രാജാവിനോട് മമത ഉണ്ടായി. പരമേശ്വർ വിചാരിച്ചു, ഇവൾ വീണ്ടും കാലവലയിൽ കുരുങ്ങാൻ ആഗ്രഹിക്കുന്നു. അത് വിചാരിച്ച് മാനസരോവറിൽ നിന്നും രാജാവ് ചന്ദ്രവിജയന്റെ കൊട്ടാരത്തിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നിടത്ത് കരുണാമയൻ പോയി. യമദൂതന്മാർ അയാളുടെ ജീവനെ എടുക്കുകയായിരുന്നു. കബീർ സാഹിബിനെ കണ്ടയുടനെ യമദൂതൻ ആകാശത്തിലേക്ക് പറന്നു. ശവശരീരത്തിൽ നിന്നും കഴുകന്മാർ പറക്കും പോലെ. ചന്ദ്രവിജയന് പെട്ടെന്ന് ബോധം വീണു. അദ്ദേഹം മുൻപിൽ കരുണാമയ സാഹിബിനെ കണ്ടു. ചന്ദ്രവിജയന് മാത്രം കരുണാമയനെ കാണാൻ കഴിഞ്ഞുള്ളൂ. ചുറ്റിനും നിൽക്കുന്ന മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല. ചന്ദ്രവിജയൻ കരുണാമയന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കൂ, എന്നെ രക്ഷിക്കൂ. എന്തെന്നാൽ അദ്ദേഹം ഇപ്പോൾ തന്റെ ജീവനെ കൊണ്ടുപോകാനായി വന്ന യമദൂതരെ കണ്ടതാണ്. ജീവാത്മാവ് എല്ലാം മനസ്സിലാക്കി ദൃഷ്ടി തുറക്കുന്നു. കാര്യങ്ങളെല്ലാം തെറ്റായ ദിശയിലാണ് എന്ന് വരുമ്പോൾ വീണ്ടും വീണ്ടും ചന്ദ്രവിജയൻ പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കൂ ദാദാ, എന്നെ രക്ഷിക്കൂ. കബീർ സാഹിബ് പറഞ്ഞു, രാജാ, ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ. അന്ന് പറഞ്ഞ കാര്യം, നിങ്ങൾ എന്റെ ശിഷ്യത്വം സ്വീകരിക്കണം. രാജാവ് പറഞ്ഞു, ഞാൻ സ്വീകരിക്കാം, ഇപ്പോൾ തന്നെ സ്വീകരിക്കാം. കബീർ സാഹിബ് നാമോപദേശം നൽകി. എന്നിട്ട് പറഞ്ഞു, 2 വർഷം കൂടി നിങ്ങളുടെ ആയുസ് നീട്ടിയിരിക്കുന്നു. ഈ സ്വീകരിച്ച ഉപദേശത്തിൽ എന്തെങ്കിലും പിശകുണ്ടായാൽ പിന്നെ കർമ്മഫലം അനുഭവിക്കണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 123. കബീർ, ജീവൻ तो थोड़ा भला जय सत सुमरण हो, लाख वर्ष का जीवना लेखे धरे नाको. നല്ല കാര്യത്തിൽ സഹകരിച്ചിരുന്നു. കഴിഞ്ഞ കർമ്മഫലവും ഭക്തിയുടെ പേരിൽ 2 വർഷത്തെ ഭക്തിയിൽ 3 ഉപദേശവും നൽകി. ചന്ദ്രവിജയനെയും കബീർ സാഹിബ് മോക്ഷം നൽകി ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കബീർ പരമേശ്വർ പറഞ്ഞു, കബീർ ദേവ് കി ജയ്, ജയ് ബന്ദി ചോട്ട്. യഥാർത്ഥ ഭക്തന്റെ ആയുസ് കബീർ പരമേശ്വർ നീട്ടിക്കൊടുക്കുന്നു. അയാളുടെ കുടുംബത്തെയും രക്ഷിക്കുന്നു. മുകളിൽ ഉദ്ധരിച്ച ഉദാഹരണം ഇതിന് തെളിവാണ്. ഈ ഉദാഹരണം വളരെ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. വർത്തമാനകാലത്തിൽ സാധാരണ വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല. വർത്തമാനകാലത്തിൽ പൂജ്യ കബീർ സാഹിബിന്റെ ശക്തിയാൽ രാംപാൽജി മുഖാന്തിരം കഷ്ടതകളും ദുരിതങ്ങളും ഇല്ലാതാക്കി ആയുസ് വർദ്ധിപ്പിക്കുന്നു. എത്ര പേരെ രക്ഷിച്ചു എന്നതിന് തെളിവു സഹിതം ഈ പുസ്തകത്തിൽ തന്നെ എഴുതുന്നു. വഴിതെറ്റിയവർക്ക് മാർഗം എന്ന ലേഖനം. കബീർ സാഹിബ് കബീർദേവ് കലിയുഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിക്രമി സംവൻ 1455, അതായത് 1938 ജ്യേഷ്ഠമാസം പൗർണമി നാളിൽ രാവിലെയുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ ആ പൂർണ്ണ പരമേശ്വർ കബീർ പരമേശ്വർ തന്റെ മൂലസ്ഥാനമായ സത്ലോകത്ത് നിന്ന് സ്വയം വന്നു. കാശിയിൽ ലഹർ താലാബിനുള്ളിൽ കുളത്തിനുള്ളിൽ ഒരു താമരപ്പൂവിൽ കുട്ടിയുടെ രൂപത്തിൽ വന്നു. ആദ്യം നിങ്ങളോട് നീരു നീമ ഇവരെ കുറിച്ച് പറയട്ടെ. ഇവർ ആരായിരുന്നുവെന്ന്. ദ്വാപര യുഗത്തിൽ നീരുവും നീമയും സുപാച സുദർശനന്റെ അച്ഛനും അമ്മയുമായിരുന്നു. ഇവർ അന്ന് കബീർ സാഹിബിന്റെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. അവസാനം സുദർശൻ കരുണാമയ രൂപത്തിൽ വന്ന കബീർ സാഹിബിനോട് പ്രാർത്ഥിച്ചു, ഹേ പ്രഭു, താങ്കൾ എനിക്ക് ഉപദേശം നൽകി, എല്ലാം തന്നു. ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടായില്ല. എന്തെന്നാൽ എന്റെ മനോകാമനകൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു. യഥാർത്ഥ ഭക്തി ധനം കൊണ്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. ഒരു അപേക്ഷയുണ്ട്, ഉചിതമെന്ന് തോന്നിയാൽ സ്വീകരിക്കണം. എപ്പോഴെങ്കിലും എന്റെ അച്ഛനും അമ്മയും മനുഷ്യ ശരീരം പ്രാപിച്ചാൽ അവരെ സംരക്ഷിക്കണം. ഇവർ വലിയ പുണ്യാത്മാക്കളാണ്. പക്ഷേ ഇന്ന് അവരുടെ ബുദ്ധി വിപരീത ദിശയിലാണ്. ഇവർ ഇന്ന് പരമാത്മാവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നവരല്ല. കബീർ സാഹിബ് പറഞ്ഞു, വിഷമിക്കേണ്ട. നീ ഇപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കാര്യമോർത്ത് വിഷമിക്കേണ്ട. വരട്ടെ, സമയമനുസരിച്ച് അവരെ സംരക്ഷിക്കാം, കാലവലയിൽ നിന്നും മോചിപ്പിക്കാം. നീ മറ്റൊന്നും ചിന്തിക്കാതെ സത് ലോകത്തിലേക്ക് പോ. അങ്ങനെ സുദർശൻ സത് ലോകത്തിലേക്ക് പോയി. സുദർശനന്റെ മാതാപിതാക്കൾ കലിയുഗത്തിൽ നീരോ നിയമകളായി ജനിക്കുന്നതിനു മുൻപ് ബ്രാഹ്മണരുടെ വീട്ടിൽ 2 തവണ ജന്മമെടുത്തു. അക്കാലത്ത് ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് 3ാമത്തെ മനുഷ്യജന്മം കാശിയിലായിരുന്നു.
നീരുവും നീമയും യഥാർത്ഥത്തിൽ ഗൗരി ശങ്കറും സരസ്വതിയും എന്ന പേരിലുള്ള ബ്രാഹ്മണ ജാതിയിലുള്ളവരായിരുന്നു. അവർ ഭഗവാൻ ശിവഭക്തരായിരുന്നു. ഭഗവാൻ ശിവന്റെ മഹിമ ശിവപുരാണത്തിൽ നിന്നും നിസ്വാർത്ഥതയോടെ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ആരിൽ നിന്നും ഒന്നും സ്വീകരിച്ചിരുന്നില്ല. ഇത്രയ്ക്ക് നല്ല മനുഷ്യരായിരുന്നു. അഥവാ ആരെങ്കിലും ദക്ഷിണ നൽകിയാൽ അതിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് മാത്രം ചിലവഴിച്ചിട്ട് ബാക്കി ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ അന്നദാനം നടത്തിയിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 124. മറ്റുള്ള ബ്രാഹ്മണർ ഗൗരി ശങ്കറോടും സരസ്വതിയോടും അസൂയപ്പെട്ടിരുന്നു. കാരണം അവരുടെ നിസ്വാർത്ഥ പ്രവൃത്തിയിൽ പൈസയുടെ മോഹത്താൽ അവർ ഭക്തരെ തെറ്റിദ്ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഭക്തർ പ്രശംസിച്ചിരുന്നു. ഇതിനിടയിൽ മുസൽമാന്മാർക്ക് മനസ്സിലായി ഇവരോടൊപ്പം ഒരു ഹിന്ദുക്കളും ബ്രാഹ്മണരും ഇല്ല എന്ന്. അവർ അത് പ്രയോജനപ്പെടുത്തി അവരെ മുസൽമാന്മാരാക്കി. മുസൽമാന്മാർ അവരുടെ വീട്ടിൽ വെള്ളം തളിച്ചു, അവരുടെ മുഖത്തും വെള്ളം തളിച്ചു. ഇത് കണ്ട് എല്ലാ ബ്രാഹ്മണരും പറഞ്ഞു, ഇവർ മുസൽമാന്മാരായെന്ന്. ഇന്ന് മുതൽ ഇവർക്ക് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബ്രാഹ്മണർ പറഞ്ഞു. നീരു നീമയ്ക്ക് നെയ്ത്തുകാരന്റെ പദവിയും പരമേശ്വരന്റെ പ്രാപ്തിയും. പാവം ഗൗരി ശങ്കറും സരസ്വതിയും വിഷമത്തിലായി. മുസൽമാന്മാർ ഗൗരി ശങ്കർക്ക് നീരുവെന്നും സരസ്വതിക്ക് നിയമയെന്നും നാമധേയം നൽകി. പണ്ടൊക്കെ അവർ പൂജ ചെയ്ത് നിത്യവൃത്തി കഴിച്ചിരുന്നു. ബാക്കി പൈസ അവർ ദുരുപയോഗം ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ മിച്ചം രൂപ ഉണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ പൂജയുമില്ല. അവർ ആലോചിച്ചു, ഇനി എന്തു ജോലി ചെയ്യാൻ? അവർ ഒടുവിൽ വസ്ത്രം നെയ്യാനുള്ള നെയ്ത്ത് യന്ത്രം വാങ്ങി നെയ്ത്തു ജോലി ആരംഭിച്ചു. നെയ്ത്തു ജോലി ചെയ്ത് ജീവിച്ചു മിച്ചം കിട്ടുന്നത് സൂക്ഷിച്ചു. ഹിന്ദുക്കൾ നീരുവും നീമയും ഗംഗയിൽ കുളിക്കുന്നത് തടഞ്ഞു. കാരണം ഇപ്പോൾ അവർ മുസൽമാന്മാരായിരിക്കുന്നു. ഗംഗാ നദിയിലെ ജലം തിരമാലകൾ വഴി പൊങ്ങി കാശിയിലെ ലഹർതാര എന്ന പൊയ്കയെ നിറച്ചുകൊണ്ടിരുന്നു. നിർമ്മലവും പരിശുദ്ധവുമായ ജലം ആ പൊയ്കയിൽ താമരപ്പൂക്കൾ വിടർന്നു നിന്നിരുന്നു. ക്രിസ്താബ്ദം 1398 വിത്രമി സംവത് 1455 ജ്യേഷ്ഠ മാസത്തിൽ, മെയ് ജൂൺ മാസത്തിൽ, ഇടവ മാസത്തിൽ, പൂർണ്ണ പൗർണമി മാസത്തിൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുൻപ് തന്റെ സത്ലോകത്ത് നിന്ന് ഗ്രതധാമയിൽ നിന്ന് ശരീരസമേതം സ്വയം വന്ന് കബീർ പരമേശ്വർ കബീർദേവ് ഒരു കുട്ടിയുടെ രൂപത്തിൽ ലഹർതാരാകുളത്തിൽ താമരപ്പൂവിൽ വസിച്ചു. ആ പൊയ്കയിൽ ദിവസേന നീരുവും നീമയും ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിക്കാൻ വന്നിരുന്നു. തേജോമയമായ ശരീരത്തോടു കൂടിയ ബാലന്റെ പ്രകാശത്തിൽ പൊയ്കയും തേജോമയമായിരുന്നു. അല്പനിമിഷം കൊണ്ട് ആ തേജസ് ഒരു മൂലയിൽ അപ്രത്യക്ഷമായി. ഈ ദൃശ്യത്തെ സ്വാമി രാമാനന്ദ്ജിയുടെ ഒരു ശിഷ്യൻ ഋഷി അഷ്ടാനന്ദൻ സ്വന്തം കണ്ണുകളാൽ കാണുകയുണ്ടായി. അഷ്ടാനന്ദ്ജി കുളിക്കുന്നതിനായി ദിവസേന ഏകാന്തമായ സ്ഥലത്ത് ലഹർതാരയുടെ ഒരു ഭാഗത്ത് എത്തുമായിരുന്നു. അവിടെ ഇരുന്ന് തന്റെ ഗുരുദേവൻ ഉപദേശിച്ച മന്ത്രം ഉരുവിടുമായിരുന്നു. ഒപ്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു. സ്വാമി അഷ്ടാനന്ദ്ജി ഇത്രയും മനോഹരമായ തേജസ് കണ്ട് അതിശയിച്ചു. സ്വാമിജി ആലോചിച്ചു, തന്റെ ഭക്തിയുടെ പ്രഭാവമാണോ അതോ തന്നെ ആരെങ്കിലും വഞ്ചിക്കാൻ വേണ്ടി ചെയ്തതാണോ? അത് ആലോചിച്ചു. കാരണം അറിയാനായി അദ്ദേഹം ഗുരുദേവന്റെ അടുക്കലെത്തി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 125. ആദരണീയ രാമാനന്ദനോട് അഷ്ടാനന്ദ്ജി ചോദിച്ചു, ഗുരുദേവ്, ഇന്ന് ഞാൻ കണ്ടൊരു ദിവ്യപ്രകാശം ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ പ്രകാശ സമൂഹത്തെ ഉൾക്കൊള്ളാൻ എന്റെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് കണ്ണുകൾ അടഞ്ഞുപോയി. കണ്ണുകളിൽ ഒരു ശിശുരൂപം കാണപ്പെട്ടു. അതായത് സൂര്യന്റെ നേർക്ക് നോക്കുമ്പോൾ സൂര്യന്റെ ഒരു ഗോളം കാണുന്നത് പോലെ. എന്ത് ഇത്? എന്റെ ഭക്തി പ്രഭാവത്തിൽ വല്ല മഹിമയുമാണോ അതോ എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ? രാമാനന്ദ് പറഞ്ഞു, മകനെ, ഇത്തരം കാഴ്ചകൾ ദൃഷ്ടിഗോചരമാകുന്നത് എപ്പോഴാണോ? മുകളിലത്തെ ലോകത്ത് നിന്ന് ഭഗവാൻ അവതരിക്കുമ്പോൾ മാത്രമാണ്. അദ്ദേഹം ഇവിടെ എവിടെയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും അമ്മയുടെ വയറ്റിൽ. എന്നിട്ട് തന്റെ ലീലാവിനോദങ്ങൾ തുടരും. എന്തെന്നാൽ ഇത്തരം ഋഷിമാരുടെ അറിവ് ഇത്രയേ ഉള്ളൂ. ഋഷിയുടെ അറിവിന്റെ പരിമിതിയിൽ തന്റെ ശിഷ്യന്റെ സംശയം ദൂരീകരിച്ചു. നീരുവും നീമയും ദിവസേനയുള്ള ക്രമമനുസരിച്ച് അന്നും കുളിക്കാനെത്തി. വഴിയിൽ നീമ ഭഗവാനെ സ്തുതിച്ചു. എന്തെന്നാൽ അവർ ശിവഭക്തരായിരുന്നു. മുസൽമാന്മാർ ആണെങ്കിലും ഹൃദയം കൊണ്ട് ശിവഭക്തരായിരുന്നു. ഹോ, എന്താ ഭഗവാനെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാത്തത്?
ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ തരൂ, ഞങ്ങളുടെ ജീവിതവും സഫലമാകട്ടെ. അത്രയും പറഞ്ഞ് അവർ എങ്ങി എങ്ങി കരഞ്ഞു. അവരുടെ ഭർത്താവ് നീരു പറഞ്ഞു, പ്രഭുവിന്റെ ആഗ്രഹത്തിൽ സന്തുഷ്ടമായിരിക്കാൻ ആഗ്രഹിക്കണം. ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞാൽ നിന്റെ ശരീരം ക്ഷീണിക്കും, കണ്ണുകൾക്ക് കാഴ്ചശക്തി കുറയും, നമ്മുടെ സന്താന ഭാഗ്യത്തിൽ സന്താന ഭാഗ്യം കാണില്ല. പറഞ്ഞു പറഞ്ഞ് അവർ ലഹർ താരയിലെത്തി. ചുറ്റിനും ഇരുട്ടായിരുന്നു. നീമ കുളി കഴിഞ്ഞ് കയറി വസ്ത്രങ്ങൾ മാറ്റുകയായിരുന്നു. നീരു കുളി കഴിഞ്ഞ് വസ്ത്രങ്ങൾ കഴുകാൻ വീണ്ടും കുളത്തിലിറങ്ങി. അപ്പോൾ താമരപ്പൂവിൽ എന്തോ ഒരു അനക്കം കണ്ടു. സൂര്യൻ ഉദിച്ചു വരുന്ന അവസരം കബീർ സാഹിബ് ഒരു കാലിലെ തള്ളവിരൽ വായിൽ വെച്ചിരിക്കുന്നു, ഒരു കാൽ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ആദ്യം നീമ വിചാരിച്ചു ഏതോ ഒരു സർപ്പം തന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണോ. പിന്നീട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കി. ഹേ, അതൊരു കുട്ടിയാണല്ലോ, കുട്ടി താമരപ്പൂവിലോ. അവർ പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ചു നോക്കി. ആ കുട്ടി മുങ്ങിപ്പോകും. നീര് പറഞ്ഞു, നീ കുട്ടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ഭ്രാന്തിയായെന്നാ തോന്നുന്നത്. വെള്ളത്തിലും നീ കുട്ടിയെ കാണുന്നോ? നീമ പറഞ്ഞു, നിങ്ങൾ മുൻപിലേക്ക് നോക്കൂ, ആ താമരപ്പൂവിൽ ഒരു കുട്ടി. നീമയുടെ ഉറക്കെയുള്ള ശബ്ദത്തിൽ കൈ ചൂണ്ടി. നവജാത ശിശു കിടക്കുന്നു. നീരു ആ കുട്ടിയെ പൂവോടെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് നീമയ്ക്ക് കൊടുത്തു. എന്നിട്ട് കുളിച്ചിട്ട് കയറി. നീമ കുട്ടിയുടെ രൂപത്തിൽ വന്ന പരമേശ്വരനെ സ്നേഹിക്കാനും ലാളിക്കാനും തുടങ്ങി. ഒപ്പം ഭഗവാൻ ശിവനെ സ്തുതിച്ചു. ഹായ് ഭഗവാൻ, വർഷങ്ങളായി എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മനോകാമന മനസഫലമായി. ഇന്നും ഞാൻ ഹൃദയത്തെ കൊണ്ട് ശിവനെ ഭജിക്കുകയായിരുന്നു. ഇന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. ആ കബീർ പരമേശ്വരന്റെ പേര് പറയുമ്പോൾ തന്നെ ഹൃദയം തുടിക്കാൻ തുടങ്ങും. ആ സ്നേഹത്തിൽ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, രോമാഞ്ചഭരിതമാവും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 126. പുത്രപ്രാപ്തിയിൽ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന അമ്മമാരുടെ സഹോദരിയുടെ ആനന്ദം അവർണ്ണനീയമാണ്. അതായത് ശർക്കര രുചിച്ച വ്യക്തി അതിന്റെ സന്തോഷം മറ്റൊരാളിനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത വിധം സന്തോഷം സുഖം സ്വയം അനുഭവിക്കുന്നത് പോലെ. ചിലപ്പോൾ കുട്ടിയെ വാത്സല്യത്തോടെ അതിന്റെ മുഖത്ത് നോക്കും, മറ്റു ചിലപ്പോൾ അതിനെ മാറോടണയ്ക്കും. അപ്പോഴേക്കും നീരു കുളി കഴിഞ്ഞ് കയറി വന്നു. മനുഷ്യൻ കൂടുതലും സമൂഹത്തെ നോക്കുന്നവനാണ്. അവൻ ആലോചിച്ചു, നമുക്ക് മുസൽമാന്മാരുമായി ഒരു പ്രത്യേക സ്നേഹമോ അടുപ്പമോ ഇല്ല. ഹിന്ദു ബ്രാഹ്മണൻ നമ്മളോട് വിരോധം പുലർത്തുന്നവരുമാണ്. ആദ്യം ഈ അവസരം പ്രയോജനപ്പെടുത്തിയത് മുസൽമാന്മാരാണ്. അവർ നമ്മളെ മുസൽമാന്മാരാക്കി. പക്ഷെ നമുക്ക് ആരും തന്നെ കൂട്ടില്ല. ഈ കുട്ടിയെ നമ്മൾ കൊണ്ടുപോയാൽ ആളുകൾ ചോദിക്കും, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന്, നിങ്ങൾ ആരുടെ കുട്ടിയെയാണ് എടുത്തു കൊണ്ടുവന്നതെന്ന്. ഈ കുട്ടിയുടെ അമ്മ കരയുകയായിരിക്കും. പക്ഷേ ഇതിനൊക്കെ എന്തു മറുപടി പറയും? താമരപ്പൂവിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നീരു പറഞ്ഞു, നീമ, ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിക്ക്. നീമ പറഞ്ഞു, ഇല്ല, ഞാൻ ദേശം വിടാനും തയ്യാറാണ്. എന്നാലും ഞാൻ ഇതിനെ കളയില്ല. നീരു അവളുടെ നിഷ്കളങ്കത കണ്ടിട്ട് ആലോചിച്ചു, ഇവൾ കുട്ടിക്ക് വേണ്ടി ഭ്രാന്തിയായിരിക്കുന്നു. സമൂഹത്തെ പോലും പേടിയില്ല. നീരു പറഞ്ഞു, ഞാൻ ഇതുവരെ നിന്നെക്കുറിച്ചൊരു അവഹേളന പറഞ്ഞിട്ടില്ല. ഈ കുട്ടി നമ്മുടേതല്ല. ഇന്ന് ഞാൻ നീ പറയുന്നതൊന്നും കേൾക്കില്ല. ഒന്നുകിൽ കുട്ടിയെ ഇവിടെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും. അയാൾ ആദ്യമായി തന്റെ ഭാര്യയെ അടിക്കാൻ കൈ ഓങ്ങി. ആ സമയത്ത് ശിശുവായ കബീർ പരമേശ്വർ കബീർദേവ് പറഞ്ഞു, നീരു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ, നിനക്ക് ഒരു കുഴപ്പവും വരില്ല. ശിശുരൂപത്തിലുള്ള പരമേശ്വരന്റെ വാക്കുകൾ കേട്ട് നീരു പേടിച്ചു. ഈ കുട്ടി വല്ല ദേവദൂതനോ സിദ്ധപുരുഷനോ ആകാം. അയാൾ മിണ്ടാതെ നടന്നു. കുട്ടിയെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ആരും ചോദിച്ചില്ല ഈ കുട്ടിയെ എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ചോദിക്കാൻ എല്ലാവരും മറന്നുപോയി. കാശിയിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടിയെ കാണാനെത്തി. അവർ പറഞ്ഞു, കുട്ടി ഒരു ദേവതയെ പോലുണ്ട്. എത്ര മനോഹരമായ ശരീരം! ഇത്രയും തേജസ്സുള്ള കുട്ടിയെ നമ്മൾ കണ്ടിട്ടേയില്ല. ചിലർ പറഞ്ഞു, കുട്ടി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെ പോലെയുണ്ട്. തീർച്ചയായും ഇത് മുകളിലത്തെ ലോകത്തിൽ നിന്നും വന്ന ഏതോ ശക്തിയാണ്. ഇങ്ങനെ കണ്ടവർ അവരവർക്കനുസരിച്ച് ഓരോരോ വർണ്ണനകൾ നൽകി. ഗരീബ് 84 बंधन काटन कीनी कलब कबीर भवन 14 लोक सब टूटे जम जंजीर गरीब अनंत कोटि ब्रह्मांड में बंदी छोड़ कहाय सो तो एक कबीर है जन्नी जन्या न माए
गरीब शब्द स्वरूप साहिब धनी, शब्द सिंध सब माही। बाहर भीतर रमी रहया, जहां तहां सब ठांगी। गरीब जल थल पृथ्वी गगन में, बाहर भीतर एक। पूर्ण ब्रह्म कबीर है, अविगत पुरुष अलेख। गरीब सेवक होय करी उतरे, इस पृथ्वी के माही। जीव उदाहरण जगत गुरु, बार बार बलि जानही। गरीब काशीपुरी कष्ट किया, उतरे अधर आधार। मोमन कोण मुजरा हुआ, जंगल में दीदार। गरीब कोटि किरण शशि भान सुधी, आसन अधर बिमान। परसत पूर्ण ब्रह्म पूर्ण शीतल पिंडरु प्राण। गरीब गोद लिया मुख चुंबी करी, हिम रूप झलकंत। जगर मगर काया करे, दम के पदम अनंत। गरीब काशी उंगटी गुल भया, मोमन का घर घेर। कोई कहे ब्रह्मा विष्णु है, कोई कहे इंद्र कुबेर। गरीब कोई कहे छल ईश्वर नहीं, कोई किन्नर कहलाए। कोई कहे गण ईश का, जू जू मात्र साय। गरीब कोई कहे वरुण धर्मराय है, कोई कोई कहते ईश। 16 कला सुभान गति, कोई कहे जगदीश। गरीब भक्ति मुक्ति ले उतरे, मेतन तीनों ताप। मोमन के डेरा लिया, कहे कबीरा बाप। गरीब दूध न पीवे न अन्न भखे, नहीं पलने झूलंत। अधर अमान ध्यान में, कमल कला फूलंत। गरीब काशी में अचरज भया, गई जगत की नींद। ऐसे दुल्हे उतरे, जो कन्यावर बींद। गरीब खलक मुलक देखन गया, राजा प्रजा रीत। जम्बूदीप जिहान में, उतरे शब्द अतीत। गरीब दुनी कहे यो देव है, देव कहत है ईश। ईश कहे പാരബ്രഹ്മ है, പൂരൺ 20 നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 127. പരമേശ്വർ കബീർ തന്നെയാണ് അനാദി പരമഗുരു. അദ്ദേഹം രൂപാന്തരപ്പെട്ട് സന്തായും ഋഷിയായും വേഷം മാറി സമയാസമയങ്ങളിൽ സ്വയംഭുവായി സ്വയം പ്രത്യക്ഷപ്പെടുന്നു. കാലദൂതന്മാർ സന്തോ മുഖാന്തരം നശിച്ചു പോകുന്ന തത്വജ്ഞാനത്തെ സ്വസ്ഥമാക്കുന്നു. കബീർ സാഹിബ് തന്നെയാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവ മുതലായ ദേവന്മാർക്കും ഋഷി, മുനി, സന്തായും സമയാസമയങ്ങളിൽ തന്റെ സത്ലോകത്ത് നിന്ന് വന്ന് നാമോപദേശം നൽകുന്നു. ആദരണീയ ഗരീബ് ദാസ് ജി മഹാരാജ് തന്റെ വാണിയിൽ എഴുതിയിട്ടുണ്ട്. കബീർ സ്വയം പറഞ്ഞത്, ആദി അന്ത് ഹമ്രാ നഹി, മധ്യ മിലാവാ മൂൽ. ब्रह्मा ज्ञान सुनाइया, धर पिंडा अस्थूल. श्वेत भूमि का हम गए, जहां विश्वम भरनाथ. हरियम हीरा नाम दे, अष्ट कमल दल स्वांति. हम बैरागी ब्रह्मा पद, सन्यासी महादेव. सोहम मंत्र दिया शंकर कून, करत हमारी सेव. हम सुल्तानी नानक तारे, दादू कूण उपदेश दिया. जाति जुलाहा भेद न पाया, काशी माहे कबीर हुआ. सतयुग में सत्सुकत कह तेरा, त्रेता नाम मुनिंद्र मेरा. द्वापर में करुणा में कहलाया, कलयुग में नाम कबीर धराया. चारों युगों में हम पुकारे, कूक कहे हम हिल रे. हीरे मानिक मोती बरसे, ये जग चुकता ढेल रे. മുകളിൽ ഉദ്ധരിച്ച വാണിയിൽ നിന്നും തെളിയുന്നത് കബീർ പരമേശ്വർ തന്നെ അവിനാശി പരമാത്മ എന്നാണ്. അദ്ദേഹം അജർ അമർ ആകുന്നു. ഈ പരമാത്മാവ് 4 യുഗങ്ങളിലൂടെ സ്വയം അതിഥി രൂപത്തിൽ കുറച്ചു സമയം ഈ ലോകത്ത് വന്ന് തന്റെ സദ്ഭക്തി മാർഗം നൽകി വരുന്നു.